എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഹെൽത്തി ആയിട്ട് ബോഡി വെയിറ്റ് കൂടാൻ ശ്രമിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അമിതവണ്ണം, അഥവാ എല്ലാവരും ബോഡി വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വിഭാഗം ആൾക്കാരെന്തെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഞങ്ങൾ വെയിറ്റ് കൂടാൻ ശ്രമിക്കുന്ന ആൾക്കാരെ കൊണ്ട് അതിന് വീഡിയോ ചെയ്യുന്നത്. അപ്പം ബോഡി വെയിറ്റിന് 4 ഘടകങ്ങളാണ് ബോഡി വെയിറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് ബോൺ മാസ്, അഥവാ എല്ലിൻ്റെ നമുക്ക് വെയിറ്റ്. അത് നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് പറ്റുന്ന കാര്യമല്ല. രണ്ടാമത് വന്ന് ബോഡിയിലെ വാട്ടർ കണ്ടന്റ് ആണ്. അത് നമുക്ക് കാര്യമായിട്ട് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റുന്ന കാര്യം. അതൊക്കെ ഒരു പരിപാടി ഫിക്സഡ് ആണ്. മൂന്നാമത്തെ ഘടകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡിയിലെ ഫാറ്റ് മാസ് ആണ്. അപ്പോൾ ബോഡിയിലെ മാസ് കൂടുന്നതാണ് നമുക്ക് ഇപ്പോഴത്തെ ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഫാറ്റ് മാസ് കൂട്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് കൂട്ടുന്നതിൽ കാര്യമില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ ഘടകമാണ് ഏതാണെന്നല്ലേ, നമ്മുടെ ബോഡിയിലെ മസിൽ മാസ് ആണ്. അപ്പോൾ ഈ സ്കെലിറ്റൽ മസിൽ മാസ് കൂടുന്നതാണ് എപ്പോൾ ആരോഗ്യത്തിന് നല്ലത്. അത് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റിയില്ലെങ്കിൽ, നിങ്ങൾ വെയിറ്റ് വെച്ചില്ലെങ്കിലും തെറ്റൊന്നുമില്ല. ഇതിൽ ഫാറ്റിനെ നമ്മുടെ മസിൽ മാസിനെ തരംതിരിച്ച് അറിയാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, ബോഡി ഫാറ്റ് അനാലിസിസ്. അപ്പോൾ ഞാൻ ഈ ഒരു ഉദാഹരണത്തോടുകൂടെ അത് ബോഡി ഫാറ്റ് അനാലിസിസിൻ്റെ കാര്യം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്കൊരു 33 വയസ്സുള്ള ഒരു ലേഡിയുടെ ഒരു ബോഡി ഫാറ്റ് അനാലിസിസ് ആണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടതുവശം നമുക്ക് മസിൽ മാസും വലതുവശത്ത് ഫാറ്റ് മാസും കാണാം. അപ്പോൾ മസിൽ മാസിൻ്റെ നിങ്ങൾക്ക് റേഞ്ചസ് നോക്കിയാൽ കാണാം. അപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാത്ത മസിൽ മാസ് ആൾക്കുണ്ട്. പക്ഷേ ആളുടെ വലത് സൈഡിലെ ഫാറ്റ് മാസ് നോക്കൂ, അതിൽ നമുക്ക് ആം, ട്രങ്ക്, ലെഗ് എന്ന് പറഞ്ഞ് 3ആയിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അതായത് കൈകൾ, നമ്മുടെ നെഞ്ചും വയറും പിന്നെ കാലുകൾ. അപ്പം ഈ ഫാറ്റ് മാസ് നോക്കുകയാണെങ്കിൽ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ട്രങ്ക് ആൻഡ് അബ്ഡോമൻ, നമ്മുടെ ചെസ്റ്റിലും അബ്ഡോമനിലായിട്ടുള്ള ഫാറ്റ് മാസ് നോക്കുകയാണെങ്കിലും 5.4 കിലോഗ്രാമാണ് വ്യക്തിക്ക് അലൗഡെങ്കിലും ആളുടെ ഫാറ്റ് മാസ് 11 kgs ഉണ്ട്. മാത്രമല്ല ആളുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഒരു അലൗഡ് എന്നുള്ള മാക്സിമം 25% ആണെങ്കിൽ ഈ വ്യക്തിയിലുള്ളത് ബോഡി ഫാറ്റ് വന്നിട്ട് 37% ഉണ്ട്, വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നം, അതായത് ബോഡി ഫാറ്റ് വർദ്ധിക്കുന്നതിൽ ഉപരി നമുക്ക് വേണ്ടത് മസിൽ മാസ് വർധനവാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ ലീനായിട്ടിരുന്നാലും തെറ്റൊന്നുമില്ല, നിങ്ങൾക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കുറയുള്ളൂ. അപ്പോൾ ഒരിക്കലും ഫാറ്റ് കൂട്ടിയിട്ട് വെയിറ്റ് കൂട്ടാൻ നോക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ബോഡി വെയിറ്റ് കൂട്ടാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കുക. എത്ര പറഞ്ഞ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.